ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എർത്ത് സോങ് ബൈ മൈക്കൽ ജാക്സൺ. മൈക്കൽ ജാക്സനെ നമുക്ക് കൂടുതൽ പരിചയമുണ്ടാവുക അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഡാൻസ് മൂവായിട്ടുള്ള മൂൺ വാക്കിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം ഹിസ് കൺസിഡേർഡ് ആസ് ദി കിങ് ഓഫ് പോപ്പ് ആൻഡ് ഇസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ഓഫ് 20th സെഞ്ച്വറി. 20ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പോപ്പ് മ്യൂസിക്കിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. പോപ്പ് മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലത്ത് അത്രമേൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്നതും വളരെ ക്യാച്ചി ആയിട്ടുള്ളതും വളരെ സിമ്പിൾ ലിറിക്സ് ഉള്ളതും നല്ല സ്ട്രോങ് ബീറ്റും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ടൈപ്പ് ഓഫ് മ്യൂസിക് ആയിരുന്നു. അതിൻ്റെ രാജാവ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 1964 അദ്ദേഹത്തിൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ കുറച്ച് സഹോദരങ്ങളുമായിട്ട് ജാക്സൺ ബോയ്സ് എന്ന് പറയുന്നൊരു മ്യൂസിക് ബാൻഡ് രൂപീകരിക്കുന്നത്. തുടർന്ന് അതിൻ്റെ പേര് ജാക്സൺ 5 എന്നാക്കി മാറ്റി. പിന്നീട് മോട്ടൗൺ റെക്കോർഡ്സ് എന്ന് പറയുന്ന മ്യൂസിക് കമ്പനിയുടെ കീഴിൽ അവർ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ മ്യൂസിക് കമ്പനിയുടെ കീഴിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട മണി, സ്റ്റുഡിയോസ്, പ്രൊഡ്യൂസേഴ്സ്, പ്രൊമോഷൻസ് ഇതെല്ലാം ആ മ്യൂസിക് കമ്പനീസ് കൊടുക്കും. മോട്ടോൺ റെക്കോർഡ്സിൻ്റെ കീഴിൽ അദ്ദേഹം 1-2 ആൽബംസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഗോ ടു ബി ദെയർ, മ്യൂസിക് ആൻഡ് മീ, ഇതൊക്കെയാണ്. അതിനുശേഷം അദ്ദേഹം എപ്പിക് റെക്കോർഡ്സ് എന്ന് പറയുന്ന വേറൊരു മ്യൂസിക് കമ്പനിയിലോട്ട് മാറുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ബാൻഡിൻ്റെ പേര് ജാക്സൺസ് എന്നാക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ ഈ എപ്പിക് റെക്കോർഡ്സിലോട്ട് മാറ്റിയതിന് ശേഷമാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ഇൻ്റർനാഷണൽ ഫെയിം, അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയത്. ഈ ഒരു സമയത്ത് അദ്ദേഹം വെറും ഒരു പാട്ടുകാരനായിരുന്നില്ല, പാട്ട് എഴുതുന്ന സോങ് റൈറ്റർ കൂടിയായി മാറി എന്ന് പറയുന്നു. വമ്പൻ ഹിറ്റായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ഈ ഒരു എപ്പിക് റെക്കോർഡ്സിലോട് ചേർന്നിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഷേക്ക് യുവർ ബോഡി, ക്യാൻ യു ഫീൽ ഇറ്റ്, ദിസ് പ്ലേസ്, ഹോട്ടൽ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഹിറ്റായിട്ടുള്ള കുറച്ച് പാട്ടുകളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം ഉണ്ട്, ത്രില്ലർ. ഈ ഒരു ആൽബത്തിന് 8 ഗ്രാമി അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ബാഡ് എന്ന് പറയുന്ന ഒരു ആൽബം, ഡേഞ്ചറസ്, ഇങ്ങനെ 2 ആൽബമാണ് അദ്ദേഹത്തിനെ കിങ് ഓഫ് പോപ്പ് എന്നുള്ള ഒരു പേരിൽ എത്തിച്ചതെന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, മൂൺ വാക്ക്, 1988 പബ്ലിഷ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇൻവിസിബിൾ എന്ന് പറയുന്ന ഒരു ആൽബമാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഫൈനൽ സ്റ്റുഡിയോ ആൽബം എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ആൽബം ഉണ്ട്. അതിൻ്റെ പേര് ഹിസ്റ്ററി, പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, ബുക്ക് 1. ഈ ഒരു ആൽബത്തിൽ അദ്ദേഹം റിലീസ് ചെയ്തൊരു പാട്ടാണ് എർത്ത് സോങ് എന്ന് പറയുന്നത്. ഈ ഒരു എർത്ത് സോങ് ഒരുപാട് കോപ്പീസ്, 1 മില്യൺ കോപ്പീസൊക്കെ വിറ്റഴിച്ചിരുന്നു എന്ന് പറയുന്നു. ഈ എർത്ത് സോങ് എന്ന് പറയുന്ന ഈ ഒരു പാട്ടിൽ അദ്ദേഹം ഒരു ഗ്ലോബൽ അവെയർനെസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇന്ന് ഭൂമിയുടെ അവസ്ഥ എങ്ങനെയാണ്, മനുഷ്യന്മാരെല്ലാം ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ നിമിഷവും നമ്മൾ ഓരോ മരങ്ങൾ മുറിക്കുന്നു, വായു, അതുപോലെ തന്നെ വെള്ളം, മണ്ണ്, ഇതേയെല്ലാം നമ്മൾ എന്താണ് മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയൊക്കെ മനുഷ്യന്മാരിലേക്ക് ഒന്നും കൂടെ എത്തിച്ച് അവരിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രതിവിധി, ഇതിൽ നിന്നെല്ലാം മാറി ഭൂമിയെ സംരക്ഷിക്കാൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു ഗ്ലോബൽ അവെയർനെസ് അദ്ദേഹം ഈ ഒരു എർത്ത് സോങ് എന്ന് പറയുന്ന ഈ ഒരു ഗാനത്തിലൂടെ അദ്ദേഹം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് പ്ലാനറ്റ് എർത്ത്, ഭൂമിയെ പറ്റി ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് അത്ര വേദനയാണ്. ഭൂമി ഇപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അത്രമേൽ ഭൂമി സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് എന്തെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിലൂടെ അതിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തും. അപ്പോൾ കുറച്ചും കൂടി ജനങ്ങൾ അതിനെ പറ്റിയിട്ട് ബോധവാന്മാരാവും. അങ്ങനെ ഒരു ബോധവൽക്കരണം കൊണ്ടുവരാനാണ് അദ്ദേഹം നോക്കിയിട്ടുള്ളത്. എർത്ത് സോങ്ങിൻ്റെ മ്യൂസിക് വീഡിയോ നമുക്ക് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടു നോക്കൂ. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന നിക്ലാസ് ബ്രാൻഡാണ്. അദ്ദേഹത്തിന് ഡോറിസ് ഡേ മ്യൂസിക് അവാർഡ് ഈ ഒരു പാട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമി അവാർഡ് ഫോർ ബെസ്റ്റ് ഷോർട്ട് ഫോം മ്യൂസിക് വീഡിയോ എന്ന് പറയുന്ന ഒരു അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏകദേശം 100 മില്യൺ വ്യൂസ് ആയതുകൊണ്ട് ഇതൊരു വിവോ സർട്ടിഫൈഡ് മ്യൂസിക് ആണെന്ന് കൂടെ പറയുന്നുണ്ട്. അതായത് വിവോ സർട്ടിഫൈഡ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്, ആക്ച്വലി ഒരു മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ 100 മില്യണിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ അത് വിവോ സർട്ടിഫൈഡ് മ്യൂസിക് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെ അവസാനമായി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം റിഹേഴ്സൽ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ദിസ് ഈസ് ഇറ്റ് എന്ന് പറഞ്ഞൊരു കോൺസേർട്ടിന് വേണ്ടിയിട്ട് റിഹേഴ്സൽ ചെയ്തിരുന്നു. അതുകൊണ്ട് എർത്ത് സോങ് ആയിരുന്നു അദ്ദേഹം അവസാനമായി മരിക്കുന്നതിന് മുമ്പ് പെർഫോം ചെയ്തിട്ടുള്ള അവസാനത്തെ സോങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ യൂട്യൂബിലൊന്ന് പോയിട്ട് ആ ഒരു വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ചില സീനൊക്കെ കണ്ടാൽ നമുക്കിങ്ങനെ വിഷമം തോന്നും. പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൂടും, കുറയും. പിന്നെ ഒരു
ഒരു പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ചൊക്കെ വരുന്നുണ്ട് ഇടയിൽ. അപ്പോൾ വളരെ നല്ല മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. നമുക്കിവിടെ ഒരു സമ്മറി പോലെ നമുക്ക് പറയാം. ലൈൻ ബൈ ലൈൻ പറയുന്നതിൽ ഉപരി കുറേ ഭാഗത്ത് ഇങ്ങനെ അദ്ദേഹം ഓരോ സൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അദ്ദേഹം മെയിൻലി പറയുന്നത് ഈ ഒരു നാച്ചുറൽ ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ നമ്മൾ മനുഷ്യന്മാർ അറിയുന്നില്ല, ആ ഒരു കാര്യമാണ്. ഇനി നമുക്ക് സമ്മറിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ അദ്ദേഹം ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് വാട്ട് അബൌട്ട് സൺറൈസ്, വാട്ട് അബൌട്ട് റെയിൻ എന്ന്. ഇപ്പോൾ റെയിനും സൺറൈസൊക്കെ നമ്മുടെ നേച്ചറിൻ്റെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഭാഗമാണല്ലേ. നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി, എസെൻഷ്യൽ ഫോർ സസ്റ്റൈനിങ് ലൈഫ്, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സൺലൈഫും റെയിനൊക്കെ ഒരുപാട് വേണമല്ലേ. സൺറൈസ് ഉണ്ടെങ്കിലാണ് ഓക്സിജൻ പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുള്ളൂ. മഴയുണ്ടെങ്കിലാണ് നമുക്ക് വെള്ളം കിട്ടുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്താ വരൾച്ച സംഭവിക്കാം, ശ്വാസം കിട്ടാതെ മരിക്കാം അല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ ആരെങ്കിലും ഈ സൺറൈസിനെ പറ്റിയിട്ടോ മഴയെ പറ്റിയിട്ടോ നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ആർ വി ബോധഡ് അബൌട്ട് ദാറ്റ്? നമ്മൾ അതിനെ പറ്റിയിട്ട് ബോധവാന്മാരാണോ? അല്ലെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയുടെ ഈ നാച്ചുറൽ വണ്ടേഴ്സിന് നമ്മൾ ഒന്നും ഒരു വില കൊടുക്കുന്നില്ലേ? നമ്മളതെല്ലാം നശിപ്പിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് അബൌട്ട് ഓൾ തിങ്സ് ദാറ്റ് യു സെറ്റ് വി വർ ടു ഗെയിൻ? ഇപ്പോൾ നമ്മളെ ചുറ്റുപാടുമുള്ള ഗവൺമെൻറ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള ലീഡേഴ്സ്, അവരൊക്കെ നമുക്ക് എന്താണ് ഓരോ ഉറപ്പുകൾ തരികയാണ്. ഞങ്ങൾ ഒരുപാട് പ്രോഗ്രസ്സുകൾ കൊണ്ടുവരാം, ഞങ്ങൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം, ആ പാലം കൊണ്ടുവരാം, ഇവിടെയൊക്കെ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുക, ഇങ്ങനെ പല ലീഡേഴ്സും പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ഇങ്ങനെ വലിയ വാഗ്ദാനങ്ങൾ പറയുന്നു. എന്നാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം ശരിക്കും നടക്കുന്നുണ്ടോ? എന്നാൽ ഈ നടന്ന വാഗ്ദാനങ്ങളെല്ലാം ഭൂമിക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാണോ? അപ്പോൾ ചിലപ്പോൾ കുറേ കാട് വെട്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പുഴയെ മുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു പാലം പണിയുക. അപ്പോൾ പാലം പണിയണമെങ്കിൽ ഒരുപാട് പാടങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ആ പാടങ്ങളൊക്കെ എടുത്ത് പാടങ്ങളൊക്കെ നികത്തിയിട്ടാണ് ചിലപ്പോൾ അവിടെ റോഡ് പണിയുക. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരുന്നത് നേച്ചറിനെ സംബന്ധിച്ച്, പ്രകൃതിയെ സംബന്ധിച്ച് എന്തെങ്കിലും അതിന് വല്ല ഉപകാരമുള്ളതാണോ? ഉപകാരമുള്ളതല്ല അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് ഗെയിനിങ് എ ബെറ്റർ വേൾഡ് ഹാവ് യു ഓൺലി ക്രിയേറ്റഡ് ഡിസ്ട്രക്ഷൻ? നമ്മളൊരു പുതിയ നല്ലൊരു ഭൂമി വേണമെന്ന് പറഞ്ഞ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്? അതാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് അബൌട്ട് കില്ലിങ് ഫീൽഡ്സ്? നമ്മൾ കില്ലിങ് ഫീൽഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് വല്ല വയലൻസും അല്ലെങ്കിൽ വല്ല യുദ്ധങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കില്ലിങ് ഫീൽഡ്സ് ആയിട്ട് മാറും അല്ലേ. ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർസ് ആൻഡ് ബാറ്റിൽസ് അങ്ങനെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ പറ്റിയിട്ട് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നു അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെയൊക്കെ ഓരോ യുദ്ധങ്ങളൊക്കെ നമ്മൾ പേപ്പറിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് ആരെങ്കിലും ഇന്ന് ഒന്ന് ആലോചിക്കുന്നുണ്ടോ? ഒരുപാട് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നെ പാസ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജാക്കന്മാരും ഒരുപാട് ആളുകൾ യുദ്ധം ചെയ്ത് മരിക്കുന്നതും പാവപ്പെട്ട ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ സഫർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. എന്നാൽ ഇതിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് അബൌട്ട് ഓൾ ദ തിങ്സ് ദാറ്റ് യു ഹാവ് സെഡ് വാസ് യുവർ ആൻഡ് മൈൻ? നമ്മളിപ്പോൾ ഇന്നത്തെ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിർത്തി പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ഒരു വീടിൻ്റെ 10 സെൻറ്റേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തെ 10 സെൻറ്റിലേക്ക് ഒന്ന് ഇറക്കി ഒരു മതിൽ പണിത് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. ഇത് എൻ്റെ സ്ഥലമാണ്, അല്ലാണ്ട് ഇത് എൻ്റെ അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ നിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫിഷായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ തല്ലുകൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ഭൂമി എന്ന് പറയുന്നത് ഒരാളുടെ മാത്രമാണോ? ഒരിക്കലുമല്ല. ഭൂമി എന്ന് പറയുന്നത് ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. എങ്കിലേ നമുക്ക് നാളേക്കുള്ള ഫ്യൂച്ചർ ജനറേഷൻസിന് നമുക്ക് ഭൂമിയെ കാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, ഇതിനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടോ? നമ്മൾ ഒന്നിനെ പറ്റിയിട്ട് നമ്മൾ ഒരു ടേക്ക് കെയർ ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ നമ്മൾക്ക് വേണ്ടി എനിക്ക് മാത്രം വേണമെന്ന് പറഞ്ഞ ആ രീതിയിൽ വളരെ സെൽഫിഷായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഡിഡ് യു എവർ സ്റ്റോപ്പ് ടു നോട്ടീസ് ഓൾ ദ ബ്ലഡ് വി ഹാവ് ഷെഡ് ബിഫോർ? നമ്മൾ ഒരുപാട് യുദ്ധങ്ങളിലും അല്ലേ മറ്റുമൊക്കെ വയലൻസ് വാറിലൊക്കെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു, ബ്ലഡ് ഷെഡ് നടന്നു. അതിനെയൊക്കെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് യു എവർ സ്റ്റോപ്പ് ടു നോട്ടീസ് ദിസ് ക്രൈയിങ് എർത്ത്, ദീസ് വീപ്പിംഗ് ഷോഴ്സ്? ഇവിടെ ഒരു പേഴ്സോണിഫിക്കേഷൻ കാണാം. ഭൂമി കരയുന്നു അല്ലേ. എങ്ങനെ ഭൂമി കരയുക? ഭൂമി ഒരു ഹ്യൂമൻ അല്ല, ഹ്യൂമനാണ്. ഹ്യൂമൻ്റെ ഓരോ ക്വാളിറ്റീസ് നോൺ ഹ്യൂമൻ ആയിട്ട് ഒന്നിനൊക്കെ കൊടുക്കുമ്പോഴാണ് അതൊരു പേഴ്സോണിഫിക്കേഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഭൂമി കരയുന്നു, കടലുകൾ വീപ്പിംഗ് ഷോർസ് അല്ലേ, കടലിൻ്റെ തീരങ്ങളിരുന്ന് കരയുന്നു എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താണ്? ക്രൈയിങ് എർത്ത് എന്ന് വെച്ചാൽ എന്താണ്?
നമ്മുടെ ഡീഫോറസ്റ്റേഷൻ, അതുപോലെ ഡിസ്ട്രക്ഷൻ, നമ്മളെല്ലാം മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാരെ എല്ലാ ഏരിയാസും കൈയടക്കി എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദന കാരണം കൊണ്ട് മുറിവ് പറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഈ വീപ്പിംഗ് ഷോർസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കടലോരങ്ങളും കടലും എല്ലാം നമ്മളിപ്പോൾ പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഹോസ്പിറ്റലിൽ നിന്ന് മാലിന്യങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ ഓരോന്ന് കൊണ്ട് ഡംപ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ കടലിലുള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ അതൊക്കെ ചത്തു പൊങ്ങുന്നു. അതുപോലെ തന്നെ ഓയിൽ സ്പില്ലുകൾ, ഷിപ്പിൽ നിന്നൊക്കെ ഓയിലൊക്കെ ചിലപ്പോൾ സ്പില്ലായിട്ട് വെള്ളത്തിലേക്ക് പോവാം. അതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മുടെ ഓഷ്യൻസിനെ അല്ലെങ്കിൽ ഷോസിനെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് ഈ ലോകത്തെ ചെയ്യുന്നത് അല്ലേ? വാട്ട് ഹാവ് വി ഡൺ ടു ദ വേൾഡ്? അദ്ദേഹത്തിൻ്റെ വളരെ ഡീപ്പ് റിഗ്രറ്റും ഫ്രസ്ട്രേഷനും അവിടെ കാണിക്കുന്നു. ഹ്യൂമൻസ് ഭൂമിയെ ഒരുപാട് മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനെ സംരക്ഷിക്കാതെ അതിനെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാട്ട് അബൌട്ട് ഓൾ ദ പീസ് ദാറ്റ് യു പ്ലെഡ്ജ് യുവർ ഓൺലി സൺ? ഓൺലി സൺ എന്ന് പറയുന്നത് ഇവിടെ ജീസസ് ക്രൈസ്റ്റിനെയാണ് പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നുണ്ട്, അതായത് ദൈവത്തിൻ്റെ പുത്രനായിട്ടുള്ള ജീസസിനെ ഭൂമിയിലോട്ട് വിട്ടയച്ചത് ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാനാണ്. അപ്പോൾ നമ്മൾ ജീസസിനെയൊക്കെ സത്യം ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സോ നേഷൻസോ ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഞങ്ങൾ ഇവിടെ എന്തായാലും സമാധാനം കൊണ്ടുവരും, ഇവിടെ നല്ലൊരു അന്തരീക്ഷം കൊണ്ടുവരും. എന്നാൽ ആ അന്തരീക്ഷം കൊണ്ടുവരുന്നുണ്ടോ? കൊണ്ടുവരുന്നില്ല. ഇവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? എപ്പോഴും യുദ്ധങ്ങളും സഫറിങ്ങും വയലൻസും തന്നെയാണ്. സോ ഇറ്റ് ക്യാൻ മീൻ ദാറ്റ് ദ ലീഡേഴ്സ് ആൻഡ് ദ പവർഫുൾ പീപ്പിൾ പ്രോമിസ് പീസ് കൊണ്ടുവരാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ബട്ട് ഇൻ റിയാലിറ്റി വാർസ് ആൻഡ് വയലൻസ് കണ്ടിന്യൂ. അപ്പോൾ ഇഫ് പീസ് വാസ് പ്രോമിസ്ഡ്, then why is the world still full of suffering and destruction? അപ്പോൾ പീസ് എന്ന് പറയുന്നത് സമാധാനം തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എന്താണ് ഇവിടെ നടക്കുന്നത്? സഫറിങ്ങും ഡിസ്ട്രക്ഷനും മാത്രമേ ഉള്ളൂ എന്നാണ് ആ ഒരു ലൈനിൽ പറയുന്നത്. വാട്ട് അബൌട്ട് ഫ്ലവറിങ് ഫീൽഡ്സ്? ഫ്ലവറിങ് ഫീൽഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിൻ്റെ ബ്യൂട്ടി, ലൈഫ് ഗ്രോത്തിനെയൊക്കെ സിംബിളൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട്, നാച്ചുറൽ ബ്യൂട്ടിയെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ? നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ നേരമുണ്ടോ? വാട്ട് അബൌട്ട് ഓൾ ദി ഡ്രീംസ് ദാറ്റ് യു സെഡ് വാസ് യുവേഴ്സ് ആൻഡ് മൈൻ? അതായത് ഒരുപാട് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ലീഡേഴ്സും ഗവൺമെൻറ്റ്സൊക്കെ അങ്ങനെ ഓരോരോ പ്രോമിസസ് പറയുകയാണ്, അല്ലെങ്കിൽ ഓരോരോ ഡ്രീമുകൾ പറയണം. ഞങ്ങൾ അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ വലിയ കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ അതൊക്കെ നടക്കുന്നുണ്ടോ? അതെല്ലാം ബ്രോക്കൺ ഡ്രീംസായി മാറി, ഒന്നും നടക്കാത്ത സ്വപ്നങ്ങളായി മാറി. എല്ലാം അവരൊന്നും ഒരു വാക്ക് പാലിക്കുന്നില്ല. ഡിഡ് യു എവർ സ്റ്റോപ്പ് ടു നോട്ടീസ് ഓൾ ദ ചിൽഡ്രൻ ഡെഡ് ഫ്രം വാർ? ഒരുപാട് കുട്ടികൾ യുദ്ധങ്ങളിൽ മരിക്കുകയാണല്ലേ. ഇതെപ്പോഴെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? ഇൻസ്റ്റെഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദം, വാർസ് ഹാവ് ടേക്കൻ ദെയർ ലൈഫ്സ്. കുഞ്ഞുങ്ങളുടെ ജീവൻ യുദ്ധങ്ങളെ എടുത്തു കഴിഞ്ഞു. ഡിഡ് യു എവർ സ്റ്റോപ്പ് ടു നോട്ടീസ് ദിസ് ക്രൈയിങ് എർത്ത്, ദീസ് വീപ്പിംഗ് ഷോഴ്സ്? അല്ലെ, അഗെയിൻ ആ പേഴ്സോണിഫിക്കേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഓരോ ആ ഊ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഒരു മ്യൂസിക്കൽ ടോണിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. അതിനുശേഷം ഐ യൂസ് ടു ഡ്രീം, ഐ യൂസ് ടു ഗ്ലാൻസ് ബിയോണ്ട് ദ സ്റ്റാർസ്, നൗ ഐ ഡോണ്ട് നോ വേർ വി ആർ, ഓൾദോ ഐ നോ വി ഹാവ് ഡ്രിഫ്റ്റഡ് ഫാർ. അതായത് ഞാൻ പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഒരു നല്ല നാളേക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ഒരുപാട് ഹോപ്പ് ഉണ്ടായിരുന്നു, ഡ്രീം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്താണ്? ഇന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. നൗ ഹീ ഈസ് അൺസർട്ടൈൻ അബൌട്ട് ദ വേൾഡ്സ് ഫെയ്ത്ത്. എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് കൺഫ്യൂഷനാണ്. ഇൻസ്റ്റെഡ് ഓഫ് പ്രോഗ്രസിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ വി ഹാവ് കോസ്ഡ് ഡിസ്ട്രക്ഷൻ. ഇന്ന് ഫുള്ളും ഡിസ്ട്രക്ഷനാണ്. എങ്ങോട്ടാണ്, കറക്റ്റ് ദിശയിലാണോ പോണതെന്ന് പോലും അദ്ദേഹത്തിന് അറിയുന്നില്ല. വാട്ട് അബൌട്ട് യെസ്റ്റർഡേ? നമുക്ക് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അല്ലേ, നമുക്ക് ഹിസ്റ്ററിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പണ്ട് കാലം തൊട്ടേ സെഞ്ച്വറീസ് ബാക്ക് ഇവിടെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നു, ഒരുപാട് ആളുകൾ ജീവൻ പോയി. എന്നാൽ നമ്മൾ അതിനൊന്നും ഒരു വില വെക്കാണ്ട് നമ്മൾ ഇപ്പോഴും ആ യുദ്ധങ്ങളിലൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധങ്ങൾ തന്നെ ഇപ്പോഴും ആളുകൾ എന്താണ് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് അബൌട്ട് സീസ് എന്താണ്? നമ്മുടെ ഓഷ്യൻ പൊല്യൂഷൻ, അതിൻ്റെ സീ ലെവൽസ്, മെറൈൻ ഡിസ്ട്രക്ഷൻ അല്ലേ, അതൊക്കെ അതിനെപ്പറ്റി ആരെങ്കിലും ആലോചിക്കണ്ടോ? വാട്ട് അബൌട്ട് us? ദി ഹെവൻസ് ആർ ഫാളിങ് ഡൗൺ. ഇവിടെ ഹെവൻ എന്ന് പറയുന്നത് അത് ആകാശത്തിനോട് നമുക്ക് താരതമ്യം ചെയ്യാം അല്ലേ. ആകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ്റെയും ഒരു പ്രത്യാശയുടെയൊക്കെ ഒരു പ്രതീകമാണ്. എന്നാൽ ഇപ്പോൾ ആ ആകാശം എന്താണ്? എല്ലാം അത്
ഫോളിങ് ഡൗൺ ആണ്, ഒരു ഡിസ്ട്രക്ഷനാണ്, ഒരു കാറ്റസ്ട്രോഫിയാണ്. അപ്പോൾ എന്താണ്, ആകാശം മലിനമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാം അല്ലേ. നമ്മൾ ഓരോ വ്യവസായശാലകളിൽ നിന്നും വരുന്ന പുക അല്ലേ നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. ആ കാര്യവും അദ്ദേഹം ഇവിടെ പറയുന്നു. ഐ കാൻറ്റ് ഈവൻ ബ്രീത്ത്. അതിന് നമുക്ക് രണ്ടർത്ഥം പറയാം. ഒന്നെങ്കിൽ നമ്മുടെ വായു മലിനീകരിക്കപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് പാസ്റ്റ് ചരിത്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എത്രയോ അടിച്ചമർത്തലുകളുടെയും ഒപ്രഷൻ്റെയും വയലൻസിൻ്റെയൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹിറ്റ്ലർ തന്നെ ജൂതന്മാരോട് എങ്ങനെയായിരുന്നു അല്ലേ, അവരെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കണം എന്നുള്ളൊരു ആ ഒരു ഇതിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ആ ഒരു ഒപ്രഷനിലൂടെ കടന്നുപോയ ആളുകൾക്ക് ഒരു ജീവിക്കാൻ, അത്രയും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുണ്ട്. അപ്പോൾ അവർക്ക് ശ്വസിക്കാൻ പോലും നേരാവണ്ണം പറ്റിയിരുന്നില്ല, അവർക്ക് ജീവിക്കാൻ, ദേ വർ അണേബിൾ ടു ലീവ് ഫ്രീലി. അതിനെപ്പറ്റി പറയുന്നു. വാട്ട് അബൌട്ട് എപ്പത്തി? എപ്പത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് കെയറിങ് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ ഇന്ന് മനുഷ്യന്മാരൊന്നും കെയർ ചെയ്യുന്നില്ല, അതിനെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു സമൂഹം നോക്കിക്കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ. ബാക്കിയുള്ളവർ കാര്യത്തിലൊന്നും ഇടപെടില്ല. അതെന്തോ വെച്ചാൽ ആയിക്കോട്ടെ, അങ്ങനെ നടക്കുന്ന ആളുകളാണ്. അപ്പം അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വാട്ട് അബൌട്ട് നേച്ചേഴ്സ് വർത്ത്? നേച്ചറിൻ്റെ ആ ഒരു വാല്യൂ, ഒരു ട്രൂ വാല്യൂ, അതിനെ പറ്റിയിട്ട് ആരും ബോധേഡല്ല. ഇറ്റ്സ് അവർ പ്ലാനറ്റ്സ് വൂംബ്. അതായത് ഒരു അമ്മയുടെ ഉദരം പോലെയാണ് നമ്മുടെ ഭൂമിയെ അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ അമ്മയുടെ ഉദരത്തോട് കമ്പയർ ചെയ്യുന്നുണ്ടല്ലേ, അതെന്തിനാണ്? എല്ലാത്തിനും ജീവൻ നൽകുന്നത് നമ്മുടെ ഭൂമിയാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ലൈഫ് ടു എവ്രിതിങ്. അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വാട്ട് അബൌട്ട് അനിമൽസ് അല്ലേ? അനിമൽസ് എന്താ? അനിമൽസ് എല്ലാം ഇപ്പോൾ ഒരുപക്ഷെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവാം അല്ലേ. നമ്മൾ ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്നു, കാടുകൾ വെട്ടുന്നു, ക്ലൈമറ്റ് മാറുന്നു അല്ലേ. അപ്പോൾ അനിമൽസിനും അത് ബാധിക്കും. വി ഹാവ് ടേൺഡ് കിങ്ഡംസ് ഇൻ ടു ഡസ്റ്റ്. അതായത് നമ്മളെല്ലാ സിവിലൈസേഷൻസും പ്രകൃതിയുടെ എക്കോസിസ്റ്റംസും ഹാബിറ്റാറ്റ്സും അല്ലേ, പ്രകൃതിയുടെ ഒരു ഇതുണ്ട്, രീതിയുണ്ട്, അതിനെല്ലാം നമ്മൾ നശിപ്പിച്ചു. വാട്ട് വാസ് വൺസ് ബ്യൂട്ടിഫുൾ ഈസ് നൗ ruined. അതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. വാട്ട് അബൌട്ട് എലിഫൻസ്? ഹാവ് വി ലോസ്റ്റ് ദെയർ ട്രസ്റ്റ്? അതായത് എലിഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് സിംബലൈസ് വൈൽഡ് ലൈഫ്, സ്ട്രെങ്ത് ആൻഡ് വിസ്ഡം അല്ലേ. ആ ഒരു കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലെ ആന അല്ലേ, അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനെ അടക്കം നമ്മൾ വേട്ടയാടി. എന്തിനു വേണ്ടിയിട്ട്? ഐവറിക്ക് വേണ്ടിയിട്ട് അതിനെ വേട്ടയാടി അതിനെ കൊന്നില്ലാതാക്കുന്നു. അത് ആ പാട്ടിലും കാണിക്കുന്നുണ്ട്. ഈ ആനയുടെ കൊമ്പ് മുറിച്ചു മാറ്റിയിട്ട് ആന അങ്ങനെ ചത്ത് കിടക്കുന്ന ഒരു ആനയെ അവിടെ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു വിഷമിപ്പിക്കുന്ന ഒരു സീനാണ് ആ ഒരു പാട്ടിൽ. അപ്പോൾ പണ്ട് അനിമൽസ് ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ വളരെ സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, അവരിപ്പോൾ മനുഷ്യന്മാരെ പേടിച്ചാണ് ജീവിക്കുന്നത്. അനിമൽസ് വൺസ് ലിവ്ഡ് ഫ്രീലി ബട്ട് നൗ ദേ ഫിയർ ഹ്യൂമൻസ്. അതുകൊണ്ടാണ് ആ ഒരു സെൻറ്റൻസ്, ഹാവ് വി ലോസ്റ്റ് ദെയർ ട്രസ്റ്റ്. അവർ പണ്ട് ഹ്യൂമൻസിനെ ട്രസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ട്രസ്റ്റ് അടക്കം നഷ്ടപ്പെട്ടു. വാട്ട് അബൌട്ട് ക്രൈയിങ് വെയിൽസ്? വി ആർ റേവേജിങ് ദ സീസ്. അതായത് നമ്മളിപ്പോൾ കടലുകളും ഒക്കെ നമ്മൾ പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവർ ഫിഷിങ്, ഓയിൽ സ്പിൽസ്, പൊല്യൂഷൻ, ഇതെല്ലാം നമ്മുടെ ഓഷ്യൻസിനെ, സമുദ്രങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലുള്ള ജീവജാലങ്ങൾക്ക് എങ്ങനെയാണ് അതില്ലാതാവുകയാണ്. അതാണ് ക്രൈയിങ് വെയിൽസ് എന്ന് പറയുന്നത്. സഫറിങ് ഓഫ് സീ ക്രിയേച്ചേഴ്സ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വെയിൽസിൻ്റെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ലിപ്സ്റ്റിക്കുകളും അതുപോലെ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്നടക്കം പറയുന്നുണ്ട്. അപ്പോൾ അതിനടക്കം കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ട് അബൌട്ട് ഫോറസ്റ്റ് ട്രെയിൽസ് ബേൺ ഡെസ്പൈറ്റ് അവർ പ്ലീസ്? അതായത് ഫോറസ്റ്റ് ട്രെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ലാൻഡ്സ്കേപ്സിനെയാണ്, പ്രകൃതിയിൽ കാണുന്ന പ്രകൃതി രമണീയമായ സംഭവങ്ങൾ അല്ലേ. പക്ഷേ അതിനൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട്, അയ്യോ കാടിനെ മുറിക്കരുത്, കാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നിരുന്നാലും ചില ഭാഗത്ത് എന്താ, കാടിനെ മുറിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ വല്ല കാട്ടുതീയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാടിനെ ഇല്ലാതാവുന്നു അല്ലേ. പേപ്പറിലൊക്കെ കാണാമല്ലേ, അമേരിക്കയിലും കാലിഫോർണിയയിലൊക്കെ കാട്ടുതീ ഇങ്ങനെ ഭയങ്കരമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ പറയണം, കാടിനെ സംരക്ഷിക്കണം, കാടിനെ ഒന്നും ചെയ്യരുതെന്ന് പറയാനും, മറുവശത്ത് കാടിനെ തന്നെ നമ്മൾ വെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാട് തന്നെ സ്വയം എന്താണ്, കാട്ടുതീയൊക്കെ വന്നിട്ട് ഇല്ലാതാക്കുന്നുമുണ്ട്. രണ്ട് തരത്തിലും നമുക്കവിടെ പറയാം. അടുത്തത് വാട്ട് അബൌട്ട് ദി ഹോളി ലാൻഡ്? ഹോളി ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെറുസലേം.
ടോൺ അപ്പാർട്ട് ബൈ ക്രീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീഡ് റിലീജിയസ് ബിലീഫ്. അപ്പോൾ ജെറുസലേമിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഒരു ക്രൂസൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ക്രൂസൈഡ്സ് വർ ഫോട്ട് ബിറ്റ്വീൻ ദി ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ഓവർ ദി കൺട്രോൾ ഓഫ് ദി ഹോളി ലാൻഡ്. എൻ്റെ നിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു സീരീസ് ഓഫ് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മുസ്ലിംസും അവിടെ ഫൈറ്റ് ചെയ്യാണ്, ക്രിസ്ത്യൻസും ഫൈറ്റ് ചെയ്യാണ്, ജൂയിസും ഫൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരുന്നു. അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് നടക്കുന്നത്. എന്നാൽ എന്തിനാണ് അങ്ങനത്തെ ഒരു ഫൈറ്റ് എന്നാണ് മൈക്കിൾ ജാക്സൺ ചോദിക്കുന്നത്. ഹി ക്വസ്റ്റ്യൻസ് വൈ പീപ്പിൾ ഫൈറ്റ് ഓവർ ദ റിലീജിയൻ വെൻ ഫെയ്ത്ത് ഷുഡ് ബ്രിങ് പീസ്. അതായത് വിശ്വാസം നമ്മുടെ സമാധാനത്തിനെ കൊണ്ടുവരേണ്ട സ്ഥലത്ത് നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ? ഹോളി ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്ലേസ് ഓഫ് ലവ് ആണ്, ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്ഥലമാണ്. പക്ഷേ എന്നാൽ അതെന്തായിട്ടാണ് ഇവിടെ മാറുന്നത്? വാറും ഡിവിഷനും സഫറിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് മാറുകയാണ്. അടുത്തത് വാട്ട് അബൌട്ട് ദി കോമൺ മാൻ, കാൺ വി സെറ്റ് ഹിം ഫ്രീ? യുദ്ധത്തിൽ ഇപ്പോൾ 2 ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ 2 രാജ്യങ്ങളാണ് യുദ്ധങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ പവറിനാണ് അവർ യുദ്ധം ചെയ്യുന്നത്. പക്ഷേ അതിൽ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ഓർഡിനറി പീപ്പിൾ ഉണ്ട്. അവരെങ്ങനെയാണ്? അവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവർക്കൊരു സ്വാതന്ത്ര്യമില്ല, അവർക്ക് എപ്പോഴും പോവർട്ടിയാണ്, ഒപ്രഷനാണ്. അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തൂടെ? സെറ്റ് ഹിം ഫ്രീ. നമുക്കതിന് പറ്റുന്നില്ലേ? വാട്ട് അബൌട്ട് ചിൽഡ്രൻ ഡ്രൈയിങ്, കാൻറ്റ് യു ഹിയർ ദം ക്രൈ? അല്ലേ, കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധങ്ങളുടെ ഇടയിൽ. നിഷ്കളങ്കരായ കുട്ടികൾ മരിക്കുന്നു, അവരുടെ കരച്ചിൽ കേൾക്കുന്നില്ലേ? അവരെ കരച്ചിൽ കേൾക്കാഞ്ഞിട്ട് എന്താണ് നമ്മൾ അവരിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? വൈ ദ വേൾഡ് ഇഗ്നോർസ് ദെയർ സഫറിങ് എന്നാണ് ചോദിക്കുന്നത്. വേർ ഡിഡ് വി ഗോ റോങ്? നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്? നമ്മുടെ മനുഷ്യന്മാർക്ക്, ഹ്യൂമാനിറ്റിക്ക് എവിടെ പറ്റി ആ തെറ്റ്? സംവൺ ടെൽ മീ വൈ. വാട്ട് അബൌട്ട് ദ ബേബി ബോയ്? ആ ഒരു കുഞ്ഞു കുട്ടിയെ എവിടെ? ആ കുഞ്ഞു കുട്ടിക്ക് എന്ത് പറ്റി? അവൻ്റെ സന്തോഷങ്ങളും അവൻ്റെ ഡ്രീമുകളും അവൻ്റെ ജോയ്, അവൻ്റെ കുട്ടിത്തം എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് ഹാപ്പിനെസ് ഡ്രീംസ് ഒക്കെയാണ്. അതിനൊക്കെ എന്ത് പറ്റി? എല്ലാം വാർ നശിപ്പിച്ചു അല്ലേ? വാട്ട് അബൌട്ട് ദ ഡേയ്സ്? വാട്ട് അബൌട്ട് ഓൾ ദെയർ ജോയ്? വാട്ട് അബൌട്ട് ദ മാൻ? വാട്ട് അബൌട്ട് ദ ക്രൈയിങ് മാൻ? ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാൻ. ഇറ്റ് റെഫേഴ്സ് ടു എ മെൻ ഹു സഫർ ഇൻ സൈലൻസ്, പോസിബിളി ഫ്രം വാർ, പോവർട്ടി ഓർ ഡിപ്രഷൻ. ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമ്മളതെങ്ങനെയൊക്കെ ബാധിക്കുന്നു അല്ലേ? നമ്മുടെ ഏറ്റവും അടുത്തുള്ള കൂടപ്പിറപ്പുകളെല്ലാം ചിലപ്പോൾ അത് ഇല്ലാതാക്കാം, നമ്മുടെ വീട് ഇല്ലാതാക്കാം, നമ്മളെ തന്നെ ഇല്ലാതാക്കാം. അപ്പോൾ നമ്മളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് ആവുകയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. നമ്മളൊരു ഡിപ്രഷൻ എന്നുള്ള സ്റ്റേറ്റിലേക്ക് കിടക്കും ഒരു പക്ഷേ പോവാം. വാട്ട് അബൌട്ട് എബ്രഹാം? വാട്ട് അബൌട്ട് ഡെത്ത് എഗെയിൻ? ഡു വി ഗീവ് എ ഡാം? ഇവിടെ നമുക്ക് വാട്ട് അബൌട്ട് എബ്രഹാം എന്ന് കാണാം. അതായത് എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ക്രിസ്തു മതം, ഇസ്ലാം, ജൂതമതം എന്നിവയുടെയൊക്കെ ഒരു പ്രധാന വ്യക്തിയാണ്. ഈ മതങ്ങളിൽ അദ്ദേഹം വിശ്വാസത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു. ഫാദർ ഓഫ് ഫെയ്ത്ത്, ഫിഗർ ഓഫ് ഫെയ്ത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശ്വാസം, അനുസരണശീലം എന്നിവയുടെയൊക്കെ പ്രതീകമാണ് എബ്രഹാം. സിംബൽ ഓഫ് ഫെയ്ത്ത് ആണ് അദ്ദേഹം. ഇനി വാട്ട് അബൌട്ട് എബ്രഹാം എന്ന വരികളിൽ നമ്മൾ ഈ മൂല്യങ്ങളൊക്കെ മറന്നോ എന്നാണ് മൈക്കിൾ ജാക്സൺ ഇവിടെ ചോദിക്കുന്നത്. അതായത് മനുഷ്യർ ഇനിയുമെങ്കിലും വിശ്വാസവും നീതിയും ഐക്യവും ഒക്കെ പാലിക്കുമോ എന്ന് ഈ ഗാനത്തിൽ ചോദിക്കുന്നു. എബ്രഹാം ശാന്തിയും നന്മയുമൊക്കെ ഉപദേശിച്ചിട്ടും ഇന്ന് ലോകം യുദ്ധം, നാശം, ദുർഗതി എന്നിവയിലേക്കൊക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇവിടെ യുദ്ധം തന്നെയാണ്. ആരെന്ത് തന്നെ നല്ലത്, അത് ശാന്തി, സമാധാനം എന്നൊക്കെ ഉപദേശിച്ചാലും ഇപ്പോഴും ഇവിടെ യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത്? എപ്പോഴും ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. മനുഷ്യർ സ്വാർത്ഥതയും അനാസ്ഥയും കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയാണെന്ന് മൈക്കിൾ ജാക്സൺ വിമർശിക്കുന്നു. അല്ലേ, നമ്മൾ ഭയങ്കര സ്വാർത്ഥരാണ്, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിയെ ഇല്ലാതാക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മുടെ മൈക്കിൾ ജാക്സൺ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ എബ്രഹാമിൻ്റെ മൂല്യങ്ങൾ നമ്മൾ കൈവിടുകയാണോ എന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞു വെച്ച മൂല്യങ്ങളെല്ലാം നമ്മളൊന്നും ഒരു വില കൊടുക്കാതെ അതിനെല്ലാം വിട്ട് കളയുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവസാനം ഒരു ചോദ്യമുണ്ട്, ഡു വി ഗിവ് എ ഡാം? അതായത് നമ്മൾ ശരിക്കും ഭൂമിയെ കെയർ ചെയ്യുന്നുണ്ടോ? ആസ്കിങ് ഇഫ് പീപ്പിൾ ആക്ച്വലി കെയർ അബൌട്ട് ദ സഫറിങ് ഇൻ ദ വേൾഡിനെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു പാട്ട്, ഒരു സോങ് അല്ലേ. അപ്പോൾ ഭൂമിയെ പറ്റിയിട്ട് തന്നെയാണ്, ഭൂമിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതങ്ങനെ എടുത്തെടുത്ത് പറയുന്നു. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട തീമുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ തന്നെയാണ്. പിന്നെ ലോസ് ഓഫ് ഇന്നസെൻസ്, കുട്ടികൾ യുദ്ധങ്ങളിൽ മരിക്കുന്നു, അതിനെയൊക്കെ പറ്റി പറയുന്നു. പിന്നെ കോൾ ഫോർ അവെയർനെസ് ആൻഡ് ആക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ഗ്രീഫ് ആൻഡ് റിഗ്രറ്റ്,
ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തീമുകൾ. ഇനി ലിറ്റററി ഡിവൈസസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇമേജറീസ്, ഇപ്പോൾ ക്രൈയിങ് എർത്ത്, വീപ്പിംഗ് ഷോഴ്സ്, അതൊക്കെ ഇമേജറീസ് ആണ്. അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷനും കൂടിയാണ് അല്ലേ. അദ്ദേഹം ഈ ഒരു പാട്ടിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വാട്ട് അബൌട്ടേഴ്സ് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹം നമ്മളുണ്ടാക്കിയ ഡാമേജുകളെയൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഭൂമിക്കെതിരെ നമ്മൾ ഭൂമിയെ നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ മിസ്റ്റേക്കുകളെല്ലാം മനസ്സിലാക്കി അതിന് പ്രതിവിധിയായി നമ്മൾ ഒരുപാട് ആക്ഷൻസ് എടുക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ബൈ റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ ഹി ക്രിയേറ്റ്സ് അർജൻസി ആൻഡ് ഇമോഷൻ, മേക്കിംഗ് ദ ലിസണർ തിങ്ക് ഡീപ്ലി അബൌട്ട് ദ ഡിസ്ട്രക്ഷൻ ആൻഡ് സഫറിങ് കോസ്ഡ് ബൈ ദ ഹ്യൂമൻസ്. നമ്മൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ അതിന് ഒരു പ്രതിവിധിയായി നമ്മൾ എന്തെങ്കിലുമൊക്കെ അത് ചെയ്യണം എന്നുള്ള ആ ഒരു സെൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വാട്ട് അബൌട്ട് അസ് എന്ന് അദ്ദേഹം എപ്പോഴും ചോദിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പാട്ടിൻ്റെ വിഷ്വൽസൊക്കെ നോക്കുകയാണെങ്കിൽ അതിലൊരു പകുതിയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നശിപ്പിച്ച ഭൂമിയൊക്കെ തിരിച്ചതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി വീഡിയോ എ മാജിക്കൽ വിൻഡ് റിവേഴ്സസ് ദ ഡിസ്ട്രക്ഷൻ, ദ ട്രീസ് റീഗ്രോ, പീപ്പിൾ കം ബാക്ക് ടു ലൈഫ്, ദ നേച്ചർ ഇസ് റിസ്റ്റോർഡ്. അതായത് ഒരു പ്രത്യേക ഒരു ഭയങ്കരമായിട്ടൊരു വിൻഡൊക്കെ ഇങ്ങനെ വന്നിട്ട് മരിച്ചു വീണ ആളുകളൊക്കെ തിരിച്ച് ജീവനോട് തിരിച്ചു വരുന്നതായി കാണിക്കുന്നു. മുറിച്ച മരങ്ങളൊക്കെ തിരിച്ച് പഴയ പോലെ മരങ്ങളായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വീടുകളെല്ലാം യുദ്ധങ്ങളിൽ തകർന്ന വീടുകളെല്ലാം തിരിച്ച് അതേ രൂപത്തിലേക്ക് വരുന്നു. പിന്നെ ഒരു ആനയെ ഐവറിക്ക് വേണ്ടിയിട്ട് കൊന്നിട്ടിട്ടുണ്ട്, ആ ആന തിരിച്ച് ജീവനിലോട്ട് വരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ ഒരു റിവേഴ്സൽ ഓഫ് ഡിസ്ട്രക്ഷനെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ അവിടെ ഒരു പ്രത്യാശയുടെയും അതുപോലെ തന്നെ പോസിബിലിറ്റി ഓഫ് ചേഞ്ച്, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമുക്ക് ഈ ലോകത്തിന് കൊണ്ടുവരാൻ പറ്റും എന്നതിനൊക്കെ അവിടെ എടുത്ത് കാണിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ചാപ്റ്റർ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നോക്കൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. താങ്ക്